എല്ലാവർക്കും സന്തോഷമുള്ള അല്പസ്വല്പം ടെൻഷനുള്ള സമയമാണ് പ്രഗ്നൻസി. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന 10 മാസങ്ങൾ, അതിൻ്റെ സന്തോഷം കളയുന്ന കാര്യമാണ് പല്ലുവേദനയും മോണയിൽ നിന്ന് രക്തം വരുന്നു. പ്രഗ്നൻസി ഹോർമോണുകൾ അമ്മയുടെ ശരീരത്തിൽ പല ചേഞ്ചുകളും വരുത്തും. ആ സമയം മോണയിൽ നീർക്കെട്ട് വരാനും കേടുള്ള പല്ലുകൾക്ക് ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഏറെയാണ്. അങ്ങനെ വന്നാൽ ആദ്യത്തെ 3 മാസം നമുക്ക് പലപ്പോഴും പല മരുന്നുകളും കൊടുക്കാൻ സാധിക്കുകയില്ല. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ടാണത്. അപ്പോൾ മിക്കവരും വേദന സഹിച്ച് മുന്നോട്ട് പോവുകയാണ് പതിവ്. ഇത് ഭക്ഷണം കഴിക്കുന്നതിന് കുറവ് വരുത്തുകയും അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അഫക്റ്റ് ചെയ്യാനും ചാൻസുണ്ട്. വേണമെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് 4, 5, 6 മാസങ്ങളിൽ പല്ല് പറിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പല്ല് പറിക്കാൻ സാധിക്കും. പ്രഗ്നൻസിയുടെ അവസാന 3 മാസങ്ങളിൽ കഴിയുന്നതും വലിയ ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഗൈനക്കോളജിക്കൽ കൺസൾട്ടേഷൻ കൂടി മാത്രമേ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് പോകാവൂ. ഡെലിവറി കഴിഞ്ഞാലും 1-2 മാസം കഴിഞ്ഞാൽ മാത്രമേ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കംഫർട്ടായി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് അറിയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഡെൻ്റൽ ചെക്കപ്പ് നടത്തി ക്ലീനിങ്, ഫില്ലിങ് ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തണം. ഇത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് ഒത്തിരി ഗുണം ചെയ്യും.